പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവത്തിൻ്റെ മഹനീയമായ പ്രവൃത്തികളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, വാർത്ത അങ്ങേക്ക് നന്ദി പറയും. നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹം, നിൻ്റെ ചൈതന്യം, നിൻ്റെ ആത്മനിറവ് നഷ്ടപ്പെടുത്താതെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് പറയാണ്, കർത്താവിൻ്റെ നാമം അതിശക്തമാണ്. സ്വർഗം നൽകിയ നാമമാണ് യേശുനാമം. ഈ നാമം പ്രഘോഷിക്കുന്ന സ്ഥലർക്കും രക്ഷ അവിടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി ഏകനാമം മാത്രമേ നൽകിയിട്ടുള്ളൂ, അത് യേശുനാമമാണ്. എന്നാൽ എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രഘോഷിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ പീഡനങ്ങളുണ്ടാകും. സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിൽ വെച്ച് നിങ്ങൾ വലിച്ചിഴക്കപ്പെടും. അവർ നിങ്ങളെ തള്ളിക്കളയും, ഒറ്റപ്പെടുത്തും. രാജാക്കന്മാർ, ദേശാധിപതികളുടെ മുമ്പിൽ എൻ്റെ നാമത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. പലപ്പോഴും കുടുംബത്തിലുള്ളവർ തന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തും. നിങ്ങൾ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. എന്നാൽ എതിരാളികൾക്ക് പോലും ചെറുത്തു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വാക്ചാതുരി നിങ്ങൾക്ക് അവിടെ നിന്ന് നൽകും. കാരണം പരിശുദ്ധാത്മാവാണ് നിങ്ങളെ എന്ത് പറയണമെന്നും എന്ത് ചെയ്യണമെന്നും പ്രേരണ നൽകുന്നത്. കാരണം ആ ശക്തമായ നാമം ഉച്ചരിച്ച നിങ്ങൾ ഓരോരുത്തരും, ആ നാമം ഹൃദയത്തിൽ സൂക്ഷിച്ച നിങ്ങൾ ഓരോരുത്തരും അധരങ്ങളോടെ ഏറ്റുപറഞ്ഞ നാമത്തെ പ്രതി ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ചൈന്യവും ആത്മനിറവും നിങ്ങൾക്കുണ്ടാകും. സകലം നിങ്ങളെ ദേഷിക്കുമെങ്കിലും നിങ്ങളുടെ ഒരു തലമുടി പോലും നശിക്കുകയില്ലെന്ന പീഡനത്തിലൂടെ ഉറച്ചു നിൽക്കുന്നവരോട് നിങ്ങൾ ജീവൻ നേടുമെന്ന് ഇന്നത്തെ വചനത്തിൽ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, സ്ഥാനമാനങ്ങൾ അന്വേഷിക്കുന്നവർ അന്യമായി പോകും. സമ്പത്ത് നേടിവെക്കുന്നതൊക്കെ പുഴുവരിച്ചു പോകും. എന്നാൽ ആത്മാവിനെ സ്വന്തമാക്കിക്കൊണ്ട് യേശുനാമത്തെ പ്രതി ജീവിക്കുന്ന നിങ്ങൾക്ക് ജീവൻ്റെ കൃപ എന്നും നിലനിർത്തി ദൈവത്തോടൊപ്പം നിത്യമായ രാജ്യത്തിൽ വാഴുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഫ്രാൻസിലെ മാക്സിമസ് എന്ന വിശുദ്ധൻ്റെ തിരുനാൾ ഇന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്. തൻ്റെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്തുകൊണ്ട് ജീവിച്ചു. മെത്രാനായപ്പോഴും ആശ്രമ നിയമങ്ങൾ തന്നെ പാലിച്ച ക്രിസ്തുവിനെ സ്വന്തമാക്കിയ ഈ വിശുദ്ധൻ കാണിച്ച വഴികളാണ്. ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കണം, ആ സ്നേഹത്തിൽ നിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്കിന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. യേശുനാമത്തെ അറിയാത്ത എല്ലാവരെയും അവരെ അറിയിക്കുവാനായി ലോകമെമ്പാട് സഞ്ചരിക്കുന്ന മിഷണറിമാരെയും ദൈവത്തിൻ്റെ കൃപാവരത്തിൽ നമ്മുടെ തൊട്ടടുത്ത ഉള്ളവർക്കൊരു യേശുനാമം അറിയാതെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.